ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. കലാകാരന്മാർക്ക് ഇന്ത്യൻ സമൂഹത്തിൽ വിശിഷ്ട സ്ഥാനമാണുള്ളതെന്നും കലാസൃഷ്ടികൾ രാജ്യത്തിന്റെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. UN പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ സൌത്ത് രാഷ്ട്രങ്ങളുടെ ഉന്നതതല യോഗം വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ന്യൂയോർക്കിൽ നടന്നു. ഊർജ്ജ മേഖലയ്ക്ക് അനുസൃതമായുള്ള കാർഷിക വൈവിധ്യവൽക്കരണം രാജ്യത്തിന് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിലെ നെൽകർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ആലപ്പുഴയിലെത്തി. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. റഗാസ ചുഴലിക്കാറ്റിൽ തായ്വാനിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. മുൻകരുതൽ ശക്തമാക്കി ചൈന. വാർത്തകൾ വിശദമായി. കലാകാരന്മാർക്ക് ഇന്ത്യൻ സമൂഹത്തിൽ വിശിഷ്ട സ്ഥാനമാണുള്ളതെന്നും കലാസൃഷ്ടികൾ രാജ്യത്തിന്റെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ജൻപഥിൽ ലളിതകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന 64ാമത് ദേശീയ കലാപ്രദർശനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. കലാകാരന്മാർ ഭാവനയിലൂടെയും കലാസൃഷ്ടികളിലൂടെയും പുതിയ ഭാരതത്തെ വരച്ചു കാട്ടുകയാണെന്നും ശ്രീമതി മുർമു പറഞ്ഞു. कलाकारों को हमारे समाज में एक विशेष सम्मान दिया जाता है. आपकी कला न केवल सौंदर्यवध का माध्यम है, बल्कि ये हमारे सांस्कृतिक विरासत को समृद्ध करने और समाज को अधिक संवेदनशील बनाने का सशक्त साधन भी है. हमारे कलाकार अपने विचारों, अपने दृष्टि और अपनी कल्पनाशीलता से एक नए भारत की छवि प्रस्तुत कर रहे हैं. കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി. 80ാമത് UN പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ സൌത്ത് രാഷ്ട്രങ്ങളുടെ ഉന്നതതല യോഗം വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ന്യൂയോർക്കിൽ ചേർന്നു. ഐക്യരാഷ്ട്രസഭയിലെ പരിഷ്കരണ നടപടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അദ്ദേഹം യോഗത്തിൽ മുന്നോട്ടുവച്ചു. സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണൻ, ഡച്ച് വിദേശകാര്യമന്ത്രി ഡേവിഡ് വാൻ ഡീൽ തുടങ്ങിയവരുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തി. മാൽദീവ്സ്, ശ്രീലങ്ക, മൌറീഷ്യസ്, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും അദ്ദേഹം സംവദിച്ചു. ഊർജ്ജ മേഖലയ്ക്ക് അനുസൃതമായുള്ള കാർഷിക വൈവിധ്യവൽക്കരണം രാജ്യത്തിന് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യ ബയോ എനർജി ആൻഡ് ടെക് എക്സ്പോ 2ാം പതിപ്പിനെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനസംഖ്യയുടെ 65% കൃഷിയെ ആശ്രയിച്ച് കഴിയുന്ന ഗ്രാമീണ ജനതയാണ്. കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാത്തതാണ് ഗ്രാമങ്ങളിലെ ദാരിദ്ര്യത്തിനും തൊഴിലില്ലായ്മയ്ക്കും കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. കരിമ്പ്, ചോളം, എണ്ണ, സോയാബീൻ എന്നിവയുടെ വില മിക്കപ്പോഴും ആഗോള വിപണിയെ ആശ്രയിച്ച് നിലനിൽക്കുന്നത് രാജ്യത്തെ കർഷകർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് 2 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ആദ്യ ട്രെയിൻ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും പൂർത്തിയാക്കിയതായും 2ാമത്തെ ട്രെയിനിന്റെ ട്രയൽ റൺ അടുത്ത മാസം പകുതിയോടെ പൂർത്തിയാകുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദീപാവലി, ഛഠ് ഉത്സവങ്ങളോടനുബന്ധിച്ച് അടുത്ത മാസം 1 മുതൽ നവംബർ 15 വരെ 12,000 പ്രത്യേക ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കി രാജ്യത്ത് പരിവർത്തനവും പുരോഗതിയും കൊണ്ടുവരുന്നതിനായി കേന്ദ്ര സർക്കാർ AI മിഷനിലൂടെ സ്വീകരിച്ച നടപടികളാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. നമ്മുടെ ജീവിതത്തെയും പ്രവൃത്തികളെയും സങ്കല്പങ്ങളെയും ഒന്നാകെ മാറ്റിമറിച്ചിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി എന്ന വിപ്ലവകരമായ സാങ്കേതിക വിദ്യ. 10,300 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ AI മിഷന് അംഗീകാരം നൽകിയത്. നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യയെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. भारत AI डेवलपमेंट और एडॉप्शन में आगे रहने वाले देशों में शामिल। इसके विस्तार के लिए सरकार ने इंडिया AI मिशन को लॉन्च किया है. हम मेक AI इन इंडिया इसके विजन पर काम कर रहे हैं और हमारा उद्देश्य है मेक AI वर्क फॉर इंडिया. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം, സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയും പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യം നേടുന്നതിന് ഡിജിറ്റൽ അടിത്തറ സൃഷ്ടിക്കാനും ഇതിലൂടെ സാധിക്കും.
GST ഘടനാ പരിഷ്കാരങ്ങൾ നിലവിൽ വന്നതോടെ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ 400-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞു. നികുതി ഘടന 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളായി ചുരുക്കുന്ന പരിഷ്കാരം തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നതോടെ 99% ഉൽപ്പന്നങ്ങൾക്കും 5% മാത്രമാണ് നികുതി. പുതുതലമുറ GST പരിഷ്കാരങ്ങളിലൂടെ ആരോഗ്യമേഖലയിൽ കേന്ദ്ര സർക്കാർ ഗണ്യമായ നികുതി ഇളവുകളാണ് വരുത്തിയിട്ടുള്ളത്. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങളെ GSTയിൽ നിന്നും ഒഴിവാക്കി. ക്യാൻസർ, ഗുരുതര രോഗങ്ങൾ എന്നിവയ്ക്കുള്ള 33 ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതിയും ഒഴിവാക്കിയിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങളുടെ നികുതിയും 12%-ൽ നിന്ന് 5%-ആയി കുറച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിലെ നെൽ കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ആലപ്പുഴയിലെത്തി. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കുട്ടനാട് സന്ദർശിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് 7-അംഗ വിദഗ്ധ സംഘം എത്തിയത്. ചേർത്തല അന്ധകാരനഴി സന്ദർശിച്ച ശേഷം നിലവിൽ കുട്ടനാട് സന്ദർശിക്കുകയാണ് സംഘം. ഉച്ചകഴിഞ്ഞ് വിദഗ്ധ സംഘം മങ്കൊമ്പിലെത്തും. വിവിധ പാടശേഖരങ്ങൾ സന്ദർശിച്ച ശേഷം കർഷകരുമായി മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ചർച്ച നടത്തും. ശേഷം അപ്പർ കുട്ടനാട് പ്രദേശങ്ങൾ സന്ദർശിക്കും. സ്വസ്ഥ നാരി സശക്ത് പരിവാർ അഭിയാന്റെ ഭാഗമായി തിരുവനന്തപുരം വെള്ളനാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി സ്ത്രീകൾക്കും ഗർഭിണികൾക്കുമുള്ള ആരോഗ്യ പരിശോധനകളും നടന്നു. കുട്ടികൾക്കുള്ള വൈറ്റമിൻ A മരുന്ന് വിതരണവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്റഡ് പ്ലാറ്റ്ഫോം വേവെക്സിലൂടെ 7 പുതിയ ഇൻക്യുബേഷൻ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കാനൊരുങ്ങി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മീഡിയ, അനിമേഷൻ, എന്റർടൈൻമെന്റ് മേഖലകൾ ലക്ഷ്യമിട്ടുള്ള ഇൻക്യുബേഷൻ കേന്ദ്രങ്ങളിൽ ഒരെണ്ണം കോട്ടയത്തായിരിക്കും ആരംഭിക്കുക. IIMC-യുടെ ഡൽഹി, ജമ്മു, ഒഡീഷ, മഹാരാഷ്ട്ര, കോട്ടയം ക്യാമ്പസുകളിലും FTII-യുടെ പുനെ, കൊൽക്കത്ത കേന്ദ്രങ്ങളിലുമാണ് ഇവ ആരംഭിക്കുന്നത്. ചലച്ചിത്ര നിർമ്മാണം, ഗെയിം ഡെവലപ്മെന്റ്, എഡിറ്റിംഗ് എന്നിവയ്ക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഇൻക്യുബേഷൻ കേന്ദ്രങ്ങളിൽ ഒരുക്കും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് സംസ്ഥാനത്തെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഇന്ന് സന്ദർശനം നടത്തും. കനത്ത മഴയും ലോവർ തർണ പദ്ധതിയിൽ നിന്നും വെള്ളം തുറന്നുവിട്ടതും കാരണം ലാത്തൂർ ജില്ലയിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ്. വെള്ളപ്പൊക്കം മൂലം ലാത്തൂർ സോളാപൂർ ദേശീയപാത ഭാഗികമായി അടച്ചു. മുൻകരുതൽ നടപടിയായി ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഴക്കെടുതികളിൽ പശ്ചിമബംഗാളിൽ മരണമടഞ്ഞവരുടെ എണ്ണം 10 ഉയർന്നു. കൊൽക്കത്തയിലാണ് മഴ കനത്ത നാശം വിതച്ചത്. കൊൽക്കത്തയിൽ നിന്നുള്ള 42ഓളം വിമാന സർവീസുകൾ റദ്ദാക്കി. സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഴയുടെ ശക്തി കുറയുന്നത് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 126-ാം പതിപ്പ് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് ദൂരദർശന്റെയും ആകാശവാണിയുടെയും മുഴുവൻ ശൃംഖലകളിലും പരിപാടി ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, MyGov ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 26 വരെ പങ്കുവയ്ക്കാം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. ഏഷ്യ കപ്പ് ഫൈനൽ പ്രവേശനം ലക്ഷ്യമിട്ടാണ് സൂപ്പർ 4-ലെ 2ാം മത്സരത്തിനായി ഇന്ത്യ ഇന്നിറങ്ങുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ പാകിസ്ഥാൻ 5 വിക്കറ്റിന് ജയിച്ചു. റഗാസ ചുഴലിക്കാറ്റിൽ തായ്വാനിൽ മരിച്ചവരുടെ എണ്ണം 14 നിരവധി പേരെ കാണാതായിട്ടുണ്ട്. കനത്ത നാശനഷ്ടം വിതച്ചുകൊണ്ട് ചുഴലിക്കാറ്റ് ചൈനയുടെ തെക്കൻ തീരത്തേക്ക് അടുക്കുകയാണ്. മുൻകരുതലിന്റെ ഭാഗമായി 3,70,000-ലധികം പേരെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചു. 10 നഗരങ്ങളിലെ സ്കൂളുകളും വ്യവസായ സ്ഥാപനങ്ങളും അടച്ചിടാനും നിർദ്ദേശമുണ്ട്. ഹോങ്കോങ് എയർലൈൻസ് എല്ലാ സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 295 പോയിന്റ് താഴ്ന്ന് 81,806-ലും നിഫ്റ്റി 76 പോയിന്റ് നഷ്ടത്തിൽ 25,093-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ താഴ്ന്ന് 84,600 രൂപയും ഗ്രാമിന് 10,575 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കലാകാരന്മാർക്ക് ഇന്ത്യൻ സമൂഹത്തിൽ വിശിഷ്ട സ്ഥാനമാണുള്ളതെന്നും കലാസൃഷ്ടികൾ രാജ്യത്തിന്റെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപദി മുർമു. UN പൊതുസഭാ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ സൌത്ത് രാഷ്ട്രങ്ങളുടെ ഉന്നതതല യോഗം വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ന്യൂയോർക്കിൽ ചേർന്നു. ഊർജ്ജ മേഖലയ്ക്ക് അനുസൃതമായുള്ള കാർഷിക വൈവിധ്യവൽക്കരണം രാജ്യത്തിന് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിലെ നെൽ കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര കൃഷി മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ആലപ്പുഴയിലെത്തി.
ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. പ്രഗാസ ചുഴലിക്കാറ്റിൽ തായ്വാനിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. മുൻകരുതൽ ശക്തമാക്കി ചൈന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.